കാർഗിൽ യുദ്ധത്തിൽ ഗൂർഖ റൈഫിൾസിന്റെ ആദ്യ സംഘത്തലവനായിരുന്നു മനോജ് കുമാർ പാണ്ഡെ. തന്റെ 24-ാം വയസ്സിൽ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അദ്ദേഹം ശത്രുരാജ്യത്തിന്റെ 3 താവളങ്ങളാണ് ഇല്ലാതാക്കിയത്. കാണാം. കാർഗിൽ യുദ്ധത്തിൽ വീരചരമമടഞ്ഞ ധീര ജവാന്മാരുടെ പേരുകളിൽ കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന പേരാണ് മനോജ് പാണ്ഡെയുടേത്. മരണത്തെ പോലും തൃണവൽക്കരിച്ച ധീരയോദ്ധാവാണ് പാണ്ഡെ. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിനും മനോധൈര്യത്തിനും മുന്നിൽ പതറി നിരവധി തവണയാണ് പാക് സൈന്യം തോറ്റോടിയത്. യുദ്ധത്തിൽ ഗൂർഖ റൈഫിൾസിന്റെ ആദ്യ സംഘത്തിന്റെ തലവനായിരുന്നു പാണ്ഡെ. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പാണ്ഡെ 1991-ലാണ് സൈന്യത്തിൽ ചേരുന്നത്. എന്തിനാണ് സൈന്യത്തിൽ ചേരുന്നതെന്ന ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് പരംവീർ ചക്ര നേടാൻ എന്നതായിരുന്നു മറുപടി. തുടക്കക്കാരന്റെ ആവേശമായാണ് ആ മറുപടിയെ ഉദ്യോഗസ്ഥർ കണ്ടത്. എന്നാൽ ആ മറുപടി കേവലം തുടക്കക്കാരന്റെ ആവേശത്തിൽ നിന്നും ഉണ്ടായതല്ലെന്ന് പാണ്ഡെ തെളിയിച്ചു. ബാല്യകാലം മുതലേ സൈനികനാകാൻ ആഗ്രഹിച്ച പാണ്ഡെയ്ക്ക് ബറ്റാലിയൻ നായകൻ എന്ന വിശേഷണം ലഭിക്കാൻ അധിക നാൾ വേണ്ടി വന്നില്ല. ധീരവും ഉറപ്പുള്ളതുമായ ആ മനസ്സ് മുതിർന്ന ഉദ്യോഗസ്ഥരെയും സഹസൈനികരെയും എന്നും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഗൂർഖ റൈഫിളിലെ ആദ്യ സംഘത്തിന്റെ തലവനായി പാണ്ഡെയെ നിയമിക്കാനുണ്ടായ കാരണവും ഇതാണ്. 1999-ലാണ് നിയന്ത്രണ രേഖ ലംഘിച്ച് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത്. എന്നാൽ ഭീകരരായി വേഷം മാറി വന്ന പാക് സൈന്യമാണ് നുഴഞ്ഞു കയറിയതെന്ന് പിന്നീട് മനസ്സിലായി. ശക്തമായി തിരിച്ചടിക്കാൻ തന്നെ ഇന്ത്യ തീരുമാനിച്ചു. വിജയത്തോടെയല്ലാതെ മടക്കമില്ലെന്ന് ഉറപ്പിച്ച ദൗത്യത്തിന് ഓപ്പറേഷൻ വിജയ് എന്നും പേരു നൽകി. ഗൂർഖ റൈഫിളിന്റെ ആദ്യ സംഘത്തിന്റെ തലവനായി അന്ന് 24 വയസ്സു മാത്രം പ്രായമുള്ള മനോജ് പാണ്ഡെയെ നിയോഗിച്ചു. ഗലുബാർ പിടിച്ചെടുക്കുക എന്നതായിരുന്നു പാണ്ഡെയുടെയും സംഘത്തിന്റെയും പ്രധാന ദൗത്യം. ഇതിനായി പാകിസ്ഥാന്റെ 4 താവളങ്ങളായിരുന്നു അദ്ദേഹത്തിനും സംഘത്തിനും തകർക്കേണ്ടിയിരുന്നത്. നുഴഞ്ഞുകയറ്റക്കാരുടെ താവളങ്ങൾ ഓരോന്നായി തകർത്ത് അദ്ദേഹവും സംഘവും മുന്നേറി. ഓരോ താവളങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വെടിയുണ്ടകളും 100 കണക്കിന് ബോംബുകളുമാണ് പാണ്ഡെയ്ക്കും കൂട്ടർക്കും നേരെ പാഞ്ഞെടുത്തത്. അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ 3 താവളങ്ങൾ പാണ്ഡെയും കൂട്ടരും ഇല്ലാതാക്കി. പ്രതികൂല കാലാവസ്ഥയോ ശരീരത്തിലെ മുറിവുകളോ അദ്ദേഹത്തെ തളർത്തിയില്ല. സ്വന്തം മണ്ണിൽ നിന്നും ഒരു തരി പോലും വിട്ടുകൊടുക്കില്ലെന്ന നിശ്ചയദാർഢ്യമായിരുന്നു മരണം വരെ അദ്ദേഹത്തിന്റെ മനസ്സിൽ. 3 താവളങ്ങൾ ഇല്ലാതാക്കിയ ഇന്ത്യൻ സൈന്യം വിജയം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. വിജയം പൂർണ്ണമാക്കാൻ പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സൈനികർ 4ാമത്തെ താവളം ലക്ഷ്യമാക്കി മുന്നേറി. പെട്ടെന്നാണ് സംഘത്തെ ലക്ഷ്യമാക്കി ശത്രുക്കളുടെ വെടിയുണ്ട പാഞ്ഞെടുത്തത്. പെട്ടെന്നുള്ള ആക്രമണത്തിൽ സൈന്യം തോറ്റു പിന്മാറും എന്നായിരുന്നു പാകിസ്ഥാൻ കരുതിയത്. എന്നാൽ പാണ്ഡെയും സംഘവും ആഞ്ഞടിച്ചു. ശത്രുവിന്റെ വെടിയുണ്ട നെറ്റി തുളച്ചപ്പോഴും പാണ്ഡെ ആവശ്യപ്പെട്ടത് അവരെ വിടരുത് എന്നായിരുന്നു. നാടിനായി ജീവൻ ബലി നൽകിയ ഈ വീരയോദ്ധാവിനെ അഭിമാനത്തോടെയല്ലാതെ ഈ വിജയ ദിവസത്തിൽ സ്മരിക്കാനാകില്ല. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിനും മനോധൈര്യത്തിനും മുന്നിൽ ഇന്ത്യൻ ജനതയുടെ 100 കോടി പ്രണാമങ്ങൾ. ന്യൂസ് ഡെസ്ക്, ജനം.